തമസാ തീരത്ത് വെച്ച് രണ്ട് ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ ഒരു വനവേടൻ അമ്പെയ്ത് കൊല്ലുകയുണ്ട്. രണ്ട് ക്രൗഞ്ചമിഥുനങ്ങളെന്ന് പറഞ്ഞാൽ രണ്ട് ഇണക്കിളികൾ. ഈ രണ്ട് ഇണക്കിളികളിൽ ഒരു കിളിയെ ഒരു വനവേടൻ അമ്പെയ്ത് കൊന്നു. ഇത് കാണാനിടയായ ആദികവിയായ വാൽമീകി മഹർഷി ഒഴുക്കിയ കണ്ണീർ കടലാണ് രാമായണം എന്ന് പറയപ്പെടുന്നുണ്ട്. ആദികവി പറയുന്നുണ്ട്, അരുതേ മാനുഷാവ എന്ന് പറയുന്നുണ്ട്. അരുതേ മാനുഷാവ, അരുതേ കാട്ടാള എന്നാണ് അതിനർത്ഥം. അതുപോലെ തന്നെ രാമായണത്തിൽ അങ്ങോളം ഇങ്ങോളം നിഴലിക്കുന്നൊരു ഭാവം എന്ന് പറഞ്ഞാൽ വിരഹമാണ്. നമുക്ക് രാമായണത്തിൽ എവിടെ നോക്കിയാലും വിരഹം കാണാനായിട്ട് കഴിയും. കാരണം ഒരു മകനെ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു അച്ഛൻ്റെ ദുഃഖം, അല്ലെങ്കിൽ അച്ഛൻ്റെ ദുഃഖം വളരെ വ്യക്തമായിട്ട് രാമായണം നമ്മെ കാണിച്ചിരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പത്നിയെ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന പതിയുടെ അവസ്ഥ, പതിയുടെ ദുഃഖം വളരെ വളരെ വ്യക്തമായിട്ട് രാമായണം കാണിച്ചു തരുന്നു. അങ്ങനെ രാമായണത്തിൽ കൂടുതലായിട്ട് നിഴലിക്കുന്നൊരു ഭാവം വിരഹമാണ്. അതുപോലെ തന്നെ ദശരഥൻ എന്ന വാക്കിൻ്റെ അർത്ഥം 10 രഥമുള്ളവരെന്നാണ്. ദശരഥ മഹാരാജാവ് തെറ്റിദ്ധാരണ മൂലം, കാരണം ഒരു മാനാണെന്ന് തെറ്റിദ്ധരിച്ചാണല്ലോ മുനികുമാരനെ ദശരഥ മഹാരാജാവ് അമ്പെയ്ത് കൊല്ലുന്നത്. അത് ആ പാപത്തിൻ്റെ ഫലം കാലാന്തരത്തിൽ ദശരഥ മഹാരാജാവ് അനുഭവിക്കേണ്ടതായിട്ട് വരികയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമുക്ക് എവിടെ ഇരുന്നാലും ലഭിക്കും എന്ന് രാമായണം വളരെ സ്പഷ്ടമായി നമ്മെ കാണിച്ചു തരുന്നു. നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർമ്മം, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമ്മൾ ഒരു പ്രവൃത്തി ഒരു വ്യക്തിയോട് ചെയ്യുമ്പോൾ നമ്മൾ സത്യത്തിൽ ഒരു കടം കൊടുക്കലാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും, നല്ലതെന്നോ മോശമെന്നോ ഇതിൽ എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റേതായ ഫലം ലഭിക്കുമെന്നാണ് കേട്ടോ. നല്ല പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞോളെ, നന്മകളുടെ പ്രവാഹമായി നമ്മെ തേടിയെത്തും. ചിലപ്പോൾ നമ്മൾ നന്മകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പരാജയങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ അതിലൊന്നും നമ്മൾ പതറരുത്. പിന്നീട് ജീവിതത്തിൽ നന്മകൾ നമ്മെ തേടിയെത്തുമെന്നാണ്. നമ്മൾ നന്മകളെ നമ്മൾ തേടി പോകണ്ട, നന്മകൾ നമ്മെ തേടിയെത്തും. അതുപോലെ തന്നെയാണ് നമ്മളുടെ പ്രവൃത്തികൾ. നമ്മുടെ കർമ്മം വളരെ മോശമാണെങ്കിൽ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ദുരന്തങ്ങൾ കടന്നു വരുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്.